ഇപ്പോൾ കിട്ടിയ ഒരു പ്രധാന വാർത്തയിലേക്ക് പോകുമ്പോൾ കോട്ടയം തിരുവാർപ്പിൽ ബസ് സമരം ചർച്ച ചെയ്യാൻ യോഗം ചേർന്നത് ഉടമകൾ ബഹിഷ്കരിച്ചിരിക്കുന്നു. യോഗത്തിൽ നിന്ന് ബസ് ഉടമ ഇറങ്ങിപ്പോയി എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്നും മരിയ ചേരുന്നുണ്ട്. മരിയ, ഈ ബസ് ഉടമ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാനുണ്ടായ സാഹചര്യം എന്താണ്? ശ്രുതി, ഇന്ന് നടന്ന ചർച്ചയിൽ ബസ് ഉടമ ഇറങ്ങി പോവുകയാണ് ഉണ്ടായത്. അദ്ദേഹം ഇറങ്ങിപ്പോയതിന് കാരണം തന്നെ മർദ്ദിച്ച ആളോടൊപ്പം താൻ ചർച്ചയ്ക്കില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം ഇറങ്ങി പോവുകയായിരുന്നു. ഇത് ശരിയായ നല്ല അല്ലെന്നും പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഇറങ്ങി പോവുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് കൂലിത്തർക്കവുമായി ബന്ധപ്പെട്ട് രാജ്മോഹൻ ബസിന് മുമ്പിൽ സമരം നടത്തിയത്. ഇതിൽ കൂലി തർക്കവുമായി ബന്ധപ്പെട്ടാണ് CIT പ്രവർത്തകർ രാജ്മോഹന് മുന്നിൽ കൊടി കുത്തിയത്. കളക്ഷൻ കുറവായെന്ന് പറഞ്ഞാണ് അദ്ദേഹം അവർക്ക് കൂലി നൽകാതിരുന്നത്. അതിൽ പ്രതിഷേധിച്ചാണ് CIT പ്രവർത്തകർ അദ്ദേഹത്തിന്റെ ബസിന് മുൻപിൽ കൊടി കുത്തിയത്. അന്ന് പിറ്റേ ദിവസം CIT പ്രവർത്തകൻ രാജ്മോഹനെ മർദ്ദിക്കുകയും ചെയ്തിരുന്നു. ഈ CIT പ്രവർത്തകനെയാണ് അജയ് KR ആണ് ഇന്ന് ചർച്ചയിൽ രാജ്മോഹനൊപ്പം ഉണ്ടായിരുന്നത്. ഈ ചർച്ചയിൽ അദ്ദേഹം പങ്കെടുത്തത് കൂടെയാണ് രാജ്മോഹൻ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ചർച്ച ബഹിഷ്കരിച്ചെന്നാണ് ലഭിക്കുന്ന വിവരം. ശ്രുതി, വ്യക്തമാണ്. കോട്ടയം തിരുവാർപ്പിലെ ബസ് സമരം ചർച്ച ചെയ്യാൻ ചേർന്ന യോഗം ബഹിഷ്കരിച്ചിരിക്കുകയാണ് ബസ് ഉടമ. യോഗത്തിൽ നിന്നും ബസ് ഉടമ ഇറങ്ങിപ്പോകുകയുണ്ടായി. ബസ് ഉടമയെ മർദ്ദിച്ച CIT നേതാവിനെ ചർച്ചയ്ക്ക് വിളിച്ചതാണ് ഇയാളെ ചൊടിപ്പിക്കാൻ കാരണം. വിശദാംശങ്ങളാണ് മരിയ നൽകിയത്.